നമസ്കാരം. നമുക്ക് ഇന്ന് ഹൈന്ദവ സമൂഹം മാത്രമല്ല മറ്റെല്ലാവരും അറിയേണ്ടതായ വിഷയത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ശബ്ദം അതൊരു വലിയ പ്രധാനമാണ്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അഭിമാനമായ റസൂൽ പൂക്കുട്ടി അദ്ദേഹം ഈ ഓസ്കാർ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഓംകാരത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അതൊരു അഭിമാനകരമായ കാര്യമാണ്. കാരണം ആ ഓ മ 3 ശബ്ദങ്ങൾ. അദ്ദേഹമാണെങ്കിലോ സിനിമയ്ക്ക് ശബ്ദ മിശ്രണം നടത്തുന്നയാളാണ്. ചെറിയ ചീവീടിൻ്റെ ശബ്ദം പോലും അത് ആധുനിക ഉപകരണങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണെങ്കിലും അദ്ദേഹം ആ ചീവീടിൻ്റെ അടുത്ത് പോയി ആ ഉപകരണം വെച്ച് ആ ശബ്ദം പിടിച്ച് നമ്മളെ കേൾപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ വെള്ളത്തിലേക്കൊരു കല്ലെടുത്തിടുകയാണെങ്കിൽ ആ കല്ലെടുത്തിടുന്ന സമയത്ത് അവിടെ നിന്ന് ശബ്ദം പിടിച്ച് നമുക്ക് തരുന്നയാളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതിൻ്റേതായ സത്യസന്ധമായ നമുക്ക് ശ്രവിക്കാനും ആനന്ദിക്കാനും പറ്റിയ ശബ്ദ സൗകുമാര്യമുണ്ട്. അപ്പോൾ ഈ ശബ്ദത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ശബ്ദം പ്രണവത്തിൻ്റെ നാട്ടിൽ നിന്ന് വന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ പ്രണവം എന്തിനാണ്? പ്രണവം ഒരു മന്ത്രമാണ്. എന്താ മന്ത്രം? മന്ത്രം എന്നാൽ മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ്. നമ്മൾ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ഉരുവിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതായിത്തീരും. അതുകൊണ്ടാണ് അർച്ചകൻ, അതായത് ശാന്തിക്കാരൻ ക്ഷേത്രത്തിലെ അർച്ചകസ്യ പ്രഭാവേന ശില ഭവതി ശങ്കര എന്നാണ്. ഒരർച്ചകൻ തപോബലമുള്ള ആളാണെങ്കിൽ അദ്ദേഹം പതിവായിട്ടൊരു ശിലയുടെ മുമ്പിലിരുന്ന് ആ മന്ത്രം ജപിക്കുമ്പോൾ, ആ അർച്ചന ചെയ്യുമ്പോൾ ആ ശിലയിൽ ഒരു ഓറ ഉണ്ടാകും. ഓറ എന്ന് പറയുമ്പോൾ സായിപ്പിൻ്റെ ഭാഷയാണെങ്കിലും നമ്മളതിന് പറയുന്നത് ഒരു പ്രഭാവലയം എന്ന് പറയും. അത് ജപിക്കുന്നയാളിൻ്റെ ശക്തി അനുസരിച്ച് ആ ശിലയിലും ആ ഉണ്ടാവും. ആ ശിലയിലെ പവറാണ്, ആ ഓറയാണ് ഇവിടുന്ന് സാധാരണക്കാരനായ നമ്മൾ ആ ശ്രീകോവിലിൻ്റെ മുമ്പിലോ ക്ഷേത്രത്തിൻ്റെ മുമ്പിലോ ഒക്കെ ചെല്ലുമ്പോൾ, അല്ലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, ഒരു പ്രഭ എന്ന് പറയുന്നതാണ്. അവിടെ പോയി നിങ്ങൾ വഴിപാട് കഴിക്കുകയോ അവിടെ പോയിട്ട് ശയന പ്രദർശനം നടത്തുവോ അവിടെ പോയി തൊഴുവോ ഒന്നും ചെയ്തില്ലേ പോലും അവിടെയുള്ള ആ ചൈതന്യം അവിടെ പ്രവേശിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും കിട്ടും. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പക്ഷി മൃഗാദികളെയും പുഴുക്കളെ പോലും അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വന്നു ചേരാവുന്ന സ്ഥലമാണ്. നമ്മുടെ എത്രയോ ക്ഷേത്രങ്ങളിൽ വന്ന് നാരായണക്കിളി കൂടുകൂട്ടുന്നുണ്ട്, വാവൽ വരുന്നുണ്ട്, കാക്ക വരുന്നുണ്ട്, പ്രാവ് വരുന്നുണ്ട്, അങ്ങനെ എത്രയോ മയിൽ വരുന്ന ക്ഷേത്രങ്ങളുണ്ട്, മൃഗങ്ങൾ വരുന്നതുണ്ട്. ഈ വരുന്നതിനെല്ലാം അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ദേവചൈതന്യം, ഈ ഓറ ലഭിക്കുമ്പോൾ ക്രൂരമായ ഭാവങ്ങളൊക്കെ മാറും. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ ഈശ്വരൻ 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 എന്ന് പറഞ്ഞ് നമ്മളെ ഉയർത്തുന്ന നമ്മുടെ ഗുരുനാഥന്മാരും കാരണവന്മാരും ചെയ്യുന്നത് നമ്മളെ നന്മയിലേക്ക് നയിക്കാനാണ്. നീ ഈശ്വരനെ വിചാരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, നീ ഈശ്വരനെ തള്ളിപ്പറഞ്ഞാൽ നരകത്തിൽ പോകും, അതൊന്നും അല്ല അതിൻ്റെ കാര്യം. ഈശ്വര വിചാരത്തോടെ പോയാൽ നമുക്കറിയാം, എപ്പോഴും ഈ ചുറ്റുപാടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. ഓരോരുത്തരെ റോഡിൽ വലിച്ചു ചാടിച്ച് വെട്ടിക്കൊല്ലുന്നു, പക്ഷികളെ വെടിവെച്ച് കൊല്ലുന്നു, കാട്ടിൽ കയറിയിട്ട് കാട്ടിലെ മൃഗങ്ങളെ വെടിവെക്കുന്നു, അതിനെ വലിച്ചു കയറുന്നു, അതിനെ തിന്നുന്നു, ആനയെ, കാട്ടിലൂടെ നടക്കേണ്ട ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ മനുഷ്യൻ്റെ ചട്ടത്തിലേക്ക് കൊണ്ടുവരാൻ അടിക്കുകയും കുത്തുകയും വെട്ടുകയും ചെയ്യുന്നു. അതനുഭവിക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കി, ആർക്കു വേണ്ടി? എത്ര ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പോലും വളരെ ക്രൂരതയാണ് ഈ മൃഗങ്ങളോടൊക്കെ ചെയ്യുന്നത്. ഒരു ജീവിയെയും കൊല്ലുകയോ അതിൻ്റെ മാംസം കഴിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അതൊക്കെ ക്രൂരതയാണ്.
അത് ഒന്നും ചെയ്യരുത്. നീ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ പശുവിനെ കാണണം, അല്ലെ നീ നിൻ്റെ സഹജീവികളായിട്ട് നിൻ്റെ ജീവികളെ കാണണം. എത്രയോ പേരാണ് സ്നേഹത്തോടെ പൂച്ചയെ വളർത്തുന്നത്, എത്രയോ പേരാണ് സ്നേഹത്തോടെ പട്ടിയെ വളർത്തുന്നത്, എത്രയോ പേരാണ് കുതിരയെയും കഴുതയെയും ആനയൊക്കെ വളർത്തുന്നുണ്ട്. സ്നേഹം കൊടുത്തിട്ടാണ്, അതിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടല്ല. മർദ്ദിച്ചു കഴിയുമ്പോൾ, അല്ലെ അതിന് ശത്രുവാണ് അടുത്ത് വന്നിരിക്കുന്നത് കാണുമ്പോഴാണ് അത് ഉപദ്രവിക്കുന്നത്. ഇപ്പം ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് മനുഷ്യനെ, അഥവാ മനുഷ്യൻ എന്ന് പറയാൻ കാരണം എന്താ, മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ, ചിന്തിക്കാൻ കഴിവുള്ളവനാണ്. ചിന്തിച്ച് നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ പുലർത്തേണ്ട ആളാണ് മനുഷ്യൻ. മറ്റൊരു ജീവികളും ഉപദേശം ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല ഒന്നും. കാരണം എന്താണ്, അതിനുള്ള കഴിവില്ല. മനുഷ്യന് മാത്രമുള്ളതാണ് പഠിപ്പിക്കുവാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഈ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപം വരെയും വിശാല വിസ്തൃതമായി കിടക്കുന്ന ഈ ഭാരതാംബയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും കാണുന്നത് എങ്ങനെയാണ്? അവരെ ഒറ്റ പേരിൽ അറിയപ്പെടുന്നതാണ് ഹിന്ദു എന്ന്. ഈ ഹിന്ദുക്കൾ ലോകത്തിൽ എല്ലാ സ്ഥലത്തും എങ്ങനെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. അവിടെ ജാതിയും വർഗവും വർണ്ണവും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഭാരതത്തിൽ. അവിടെ വേദകാലഘട്ടത്തിൽ മതങ്ങളില്ലായിരുന്നു, മതമുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാകും, തെറ്റിദ്ധരിക്കരുത്. ഹിന്ദു എന്നാൽ മതമല്ല, ഹിന്ദു എന്നാൽ ജീവിതചര്യയുടെ പേരാണ്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്നാൽ അഭിപ്രായം എന്നാണ്. ഒരാൾ അഭിപ്രായം, ഇപ്പം ഞാനൊരു അഭിപ്രായം സ്വരൂപിച്ച് കുറച്ച് പേരെ കൂട്ടിച്ചേർത്താൽ അത് വ്യാസമതമാകും. ജൂതന്മാരുടെ ഇടയിൽ നിന്ന് ദൈവപുത്രനായി വന്ന യേശുനാഥൻ, അദ്ദേഹത്തിൻ്റെ ഒരു മതം, ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എങ്ങനെ സമൂഹം വളരണം, എങ്ങനെയായിരിക്കണം അമ്മയോട്, എങ്ങനെയായിരിക്കണം അച്ഛനോട്, സമൂഹത്തിൽ എങ്ങനെ ഐക്യമുണ്ടാകണം, ഇതൊക്കെ സ്നേഹമുണ്ടാകണം, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവപുത്രനായി വന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ മതം. ഇസ്ലാം മതത്തിന് അവരുടേതായ ഒരു അഭിപ്രായമുണ്ട്, ജൂതന്മാർക്ക് അവരുടേതായ ഒരു അഭിപ്രായമുണ്ട്. ഓരോ മതങ്ങളും, സെമറ്റിക് മതങ്ങളെല്ലാം അഭിപ്രായം അവരുണ്ട്. അതൊരാൾ കണ്ടുപിടിക്കുന്നതാണ്, ഒരാളുടെ നിയന്ത്രണത്തിലാണ്, ഒരാൾ കണ്ടുപിടിക്കുന്നതാണ്. അതാണ് സെമറ്റിക് മതങ്ങൾ. പക്ഷേ ഭാരതത്തിന് മാത്രമൊരു പ്രത്യേകത, ഭാരതത്തിൽ ഇതാരും കണ്ടുപിടിച്ചതല്ല. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതചര്യയുടെ പേരാണ്. ഇപ്പോൾ വ്യാസൻ എന്ന് പറയുന്ന ഞാനും ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നയാളും ഒക്കെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഒരുപോലെ ഇരിക്കും, വലിപ്പച്ചെറുപ്പം ഉണ്ടാവുമായിരിക്കും. കാലിന് വലിപ്പം കൂടുതൽ, കൈക്ക് വലിപ്പം കൂടുതൽ ഒക്കെ. അതുപോലെ തന്നെ ബൗദ്ധിക മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ എല്ലാം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ശരീരം എന്ന് പറയുന്നതിന് ഒരു വ്യത്യാസവുമില്ല. ശീയതേ ഇത് ശരീര, ഇതെന്നും നശിക്കാം, എപ്പോൾ വേണമെങ്കിൽ നശിക്കാം. ഇത് നശിക്കും. നശിക്കാത്ത ഒന്നേ ഉള്ളൂ, അതാണ് സ്വബോധം. ആ ബോധതലത്തെ തിരിച്ചറിയുന്നതിനുള്ള ബാലപാഠമാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രങ്ങൾ അവിടെ നിറച്ചു വച്ചിരിക്കുന്നത് ഈശ്വരനെ നീ അറിയണം, ഈശ്വരനെ മനസ്സിലാക്കണം, ഈശ്വരീയമായ കാര്യം ജീവിക്കണം, ദൈവവും ഈശ്വരനും അത് എന്താണ് വ്യത്യാസം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു വേദ പാഠശാല കൂടിയാണ് ക്ഷേത്രങ്ങൾ. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അപ്പോൾ അറിവുണ്ടാകുന്നതിനുള്ള കേന്ദ്രമാണ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം എങ്ങനെ ആയിരിക്കണം എന്നുണ്ട്. ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടു നമ്മുടെ ആചാര്യന്മാർ. വേദകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളൊന്നുമില്ലായിരുന്നു, പൂജകളില്ലായിരുന്നു. പൂജകളില്ല, നേദ്യമില്ല, മണിയടിയില്ല, ഒന്നുമില്ലായിരുന്നു വേദകാലഘട്ടത്തിൽ. കാരണം വേദമാണ്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആ വേദങ്ങൾക്കകത്ത് വ്യത്യസ്തമായ വിഷയങ്ങളെ പഠിപ്പിച്ചിരുന്നു. അതിനകത്ത് നിന്ന് ആയുർവേദം അഥവാ ചികിത്സാ സമ്പ്രദായം പഠിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുണ്ട്. അന്നും ആയുധം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നു. ആയുധം ഉണ്ടാക്കാൻ മറ്റൊരു ആളെ, ശത്രുവിനെ വീഴിക്കാൻ മാത്രമല്ല,
സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ എല്ലാം പിടിച്ചു പറിക്കുന്നതിനും അവനെ കൊള്ളയടിക്കുന്നതിനും വേണ്ടിയിട്ട് ആയുധം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. ആയുധം ഉപയോഗിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം എന്നെ കുറേ പേര് കൂടി അങ്ങനെ കൊല്ലാൻ തുടങ്ങുന്നു, എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗവും ഇല്ല, ഇവരിൽ ആരെയെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ ഇല്ലാതാക്കിയെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ് ഭാരതം. ഭാസ്വിൽ രമിക്കുന്നതാണ്, പ്രകാശത്താൽ രമിക്കുന്നത് എവിടെയോ അതാണ് ഭാരതം. ഭാസ്വിൽ രമിക്കുന്നതും രമിപ്പിക്കുന്നതും സന്തോഷിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും എവിടമാണോ അതാണ് ഭാരതം. ആ ഭാരതത്തിൽ ആധ്യാത്മികതയ്ക്കും ആത്മീയതയ്ക്കും ആദിഭൗതികതയ്ക്കും ഒക്കെ പ്രാധാന്യമുണ്ട്. ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ക്ഷേത്രം ക്ഷതാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷേത്രം നിർമ്മിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതെങ്ങനെ വേണം എന്നാണ്. അപ്പോഴാണ് ധർമ്മ അധർമ്മ യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു. 18 അധ്യായത്തിലൂടെ 700 ശ്ലോകങ്ങൾ. അതിൽ ഒരെണ്ണം ഇതാണ്: ഈ ശരീരം പോലെ തന്നെയാണ് ക്ഷേത്രം. അർജുന, നിൻ്റെ ഈ ശരീരമാണ് ക്ഷേത്രം. ക്ഷേത്രം എന്നാൽ ശരീരമാണ്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ ക്ഷേത്രം അങ്ങനെയാണ് നിർമ്മിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ അതേ രൂപത്തിലാണ് ക്ഷേത്രം എന്നുള്ളത് കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ, ക്ഷേത്രം ഇല്ലാത്ത കാലത്താണ്, എന്താണ്, ധർമ്മത്തിന് മൂല്യച്യുതി വരാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ക്ഷേത്രം. അല്ലാതെ ക്ഷേത്രത്തിൽ തന്ത്രമന്ത്ര യന്ത്ര ശാസ്ത്ര വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠ നടത്തി ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, പകരം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് നൂറുകണക്കിന് രൂപ അവിടെ സമർപ്പിച്ചുകൊണ്ട് കാര്യം സാധിക്കാമെന്ന് വിചാരിക്കുന്ന സ്ഥലമല്ല. ധർമ്മത്തെ എപ്പോൾ നമ്മൾ രക്ഷിക്കുന്നോ ആ സമയത്ത് ധർമ്മം നമ്മളെ രക്ഷിക്കും എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് സമസ്ത ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ക്ഷേത്രം. ക്ഷതാത്രായതേ ഇതി ക്ഷേത്ര. ഇനി നമുക്ക് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എവിടെ നിർമ്മിക്കണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഭൂമി. ഈ ഭൂമിയുടെ മറ്റൊരു പേരാണ് വാസ്തു. ഇപ്പോൾ വാസ്തുശാസ്ത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് എല്ലാവരും. ആര് വീട് പണിതാലും വാസ്തു നോക്കാതെ ഒന്നും വീട് പണിയുന്നില്ല. അതിപ്പോൾ ജാതി നോക്കിയിട്ടുമല്ല, മതം നോക്കിയിട്ടൊന്നുമല്ല. എല്ലാ ആൾക്കാരും നായരും നമ്പൂരി ഈഴവനും പറയനും പുലയനും വിശ്വകർമ്മനും ജൂതനും പാർസിയും ആർസിയും മുസ്ലിങ്ങളും ഒക്കെ ഇപ്പോൾ ഈ വാസ്തു നോക്കുന്നുണ്ട്. വാസ്തു നോക്കണം. അപ്പോൾ ഈ വാസ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ആൾ ഒരു ശാസ്ത്രം ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇവിടെ അങ്ങനെ, അതൊന്നുമല്ല. മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണോ എന്ന് കണ്ടെത്തണം. അത് വളരെ പ്രധാനമാണ്. ഒന്ന്, നമ്മളവിടെ താമസിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം കിട്ടുമോ എന്ന് നോക്കണം. കുടിക്കാൻ വെള്ളം കിട്ടുമോ? പിന്നെ എന്താ പ്രശ്നം? ഇപ്പോഴത്തെ പോലെ ഭൂമി സംബന്ധമായ ഏതെങ്കിലും ഭൂമി കുലുക്കത്തിന് സാധ്യതയുള്ള സ്ഥലമാണോ? വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള സ്ഥലമാണോ? ഉരുളുപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണോ? കൂടാതെ ഈ വീട് പണിയുന്നതിൻ്റെ തൊട്ടടുത്ത് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാൻ പറ്റിയ മരമുള്ള സ്ഥലമാണോ? ഇതെല്ലാമാണ് സത്യത്തിൽ വാസ്തു നോക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഭൂമിയിലൊരു വാസ്തു പുരുഷനുണ്ടെന്നും അത് വടക്ക് കിഴക്ക് മൂലയിലേക്ക് ശിരസ് വെച്ച് കിടക്കുകയാണെന്നും അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് നേരെ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് അവിടെ കന്നിമൂലയാണെന്നും വാസ്തുപുരുഷൻ കാല് മടക്കി വച്ചിരിക്കുന്നു, അതിൻ്റെ മൂലാധാരം എന്ന് പറയുന്ന കന്നിമൂലയിലേക്കാണ്. ഇതൊക്കെ സത്യമാണ്, അതൊക്കെ ഉള്ളതാണ്, അതിനൊന്നും മാറ്റമില്ല. ഇത് അറിയാൻ മേലാത്തവനും അവിടെ ആ ചിത്രം ഉണ്ടെന്നേ. ഇപ്പം നമ്മൾ
എവിടെയെങ്കിലും പോയി ഒരു പരിപാടിക്ക് പോവുകയാണ്. പണ്ടൊക്കെയാണ് തറയിലിരുന്ന് നിലത്തിരുന്നാണ് കാണുന്നത്, മുമ്പലം മുറ്റത്തിരുന്നാണ് ഈ കലാപരിപാടി കാണുന്നത്. അപ്പോൾ പല ആൾക്കാരും വീട്ടിൽ നിന്ന് കടലാസ് മടക്കിക്കൊണ്ടുവരും. കടലാസ് എഴുത്തുള്ള പേപ്പർ കൊണ്ടുവരും. അതങ്ങ് വിരിച്ച് അതിലിരിക്കും. അടുത്ത ആൾ വരുന്ന ഈ പേപ്പറൊന്നും ശ്രദ്ധിക്കില്ല. ഇതിൻ്റെ അടിയിൽ എന്താ പടന്നോ വാർത്ത എന്നൊന്നും അറിയത്തില്ല. ഒരു തോർത്തങ്ങ് വിരിക്കും, അതിന് മുകളിലിരിക്കും. അപ്പോൾ അടിയിലിരിക്കുന്ന പേപ്പറിനകത്ത് എന്താണ് വാർത്ത, എന്താണ് പടം എന്നൊന്നും അറിയത്തില്ല. പക്ഷേ അടിയിൽ പേപ്പറുണ്ട്, അതൊരു സത്യമാണ്. പേപ്പറുണ്ടല്ലോ, ആദ്യത്തെ പേപ്പർ അവിടെ കിടപ്പുണ്ട്. ഈ പേപ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കവിടെ ഇരിക്കാം, കാരണം മുകളിൽ തോർത്തുള്ളതുകൊണ്ട്. പക്ഷേ ഈ പേപ്പർ ഉള്ളതുകൊണ്ട് ഓർക്കുക, ഒരു ഹിന്ദു ആണെങ്കിൽ വിചാരിക്കുന്ന എന്താണ്? അക്ഷരം എന്നാൽ അത് ലക്ഷ്മി ദേവിയാണ്, സരസ്വതിയാണ്. അതുകൊണ്ട് തന്നെ അക്ഷരത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കാറില്ല. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരമല്ലാത്തതെന്നാണ്, നാശമില്ലാത്തതെന്നാണ്. നാശമില്ലാത്തത് എന്താണ്? അതാണ് അമേയ. ഇപ്പോൾ വളരെ പ്രഗത്ഭന്മാരായ പല ആൾക്കാരുടെയും കൊച്ചുമക്കൾക്ക് പേരിട്ടിരിക്കുന്ന അമേയ. അമേയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദി മധ്യാന്ത രഹിതമായ, ആദി മധ്യ അന്ത രഹിതമായതെന്തോ അതാണ് അമേയ എന്ന് പറഞ്ഞാൽ. അത് പരാശക്തിയാണ്, അത് ദേവിയാണ്. ആ ദേവിയാണ് നമ്മൾ അക്ഷരമായി കാണുന്നത്. അപ്പോൾ ദേവിയുടെ തലയിൽ കയറിയിരിക്കാൻ നമ്മൾ തയ്യാറാവില്ല. അതുകൊണ്ടാണ് അക്ഷരത്തിൻ്റെ മുകളിൽ ആരും കയറിയിരിക്കില്ലാത്തത്. ഒരു കാരണവശാലും എഴുത്തുള്ള ഒരു പേപ്പറിൽ, അത് തമിഴ് എഴുതിയാലും തെലുങ്ക് എഴുതിയാലും കന്നഡ എഴുതിയാലും എന്തെഴുതിയാലും ശരി, ആ അക്ഷരത്തെ നമ്മൾ കാണുന്നത് ദേവിയായിട്ടാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ വാസ്തു, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ പഠിപ്പിക്കുമായിരുന്നു, ഒരാളെ നമ്മൾ അറിയാതെ കവച്ച് കടന്നാൽ തൊട്ട് തലയിൽ വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനിക്കേണ്ടതാണ് നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരെ. നമ്മളൊരു തുളസി അറിയാതെ നമ്മൾ തുളസി ചവിട്ടി എന്ത് ചെയ്യും? 3 പ്രാവശ്യം തൊട്ട് തലയിൽ വയ്ക്കും. അത് നിരീശ്വരവാദിയും ചെയ്യും, ഈശ്വരനെ വിചാരിച്ച് നടക്കുന്നവരും ചെയ്യും. അങ്ങനെ ബഹുമാനിക്കേണ്ട, പൂജിക്കേണ്ട വസ്തുക്കളെയൊക്കെ ആദരിക്കുവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുണ്ട്. ആ വാസ്തുപുരുഷനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അതെല്ലാവരും ഉണ്ട്. അതിൻ്റെ പേരാണ് ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമി വന്ദനം ചെയ്തിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. കൈവെള്ളയിൽ കണി കണ്ടു കഴിഞ്ഞാൽ നേരെ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറയാൻ കാരണം ഭൂമി വലുത് തന്നെയാണ്. അതിനെ നമ്മൾ അമ്മയായിട്ട് കാണുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ മാതൃഭൂമി, ജന്മഭൂമി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഭൂമിയെ ഒരു കാരണവശാലും നമ്മൾ ഒട്ടും താഴ്ത്തി കാണാത്തവരാണ്, ഒട്ടും. അവിടെ ഈശ്വര സങ്കല്പത്തോടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ എല്ലാവരും അതെ. ഇപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ എന്തുകൊണ്ടു അവരുടെ കത്തനാരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ആനവെള്ളമൊക്കെ തളിച്ച് കുരിശുമൊക്കെ കാണിച്ച് അവിടെ ഒരു പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവിടെ താമസിക്കാൻ പോകുന്ന ആളിന് ഒരു മനഃശാസ്ത്രപരമായ ഒരു സന്തോഷമുണ്ട്. അതിപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഒരു വാസ്തുശാസ്ത്രജ്ഞനെ വിളിച്ചുകൊണ്ടുവരും. അവിടെ ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ അവൽ, മലര്, ശർക്കര ഒക്കെ വെച്ച് ഒരു നാളികേരമൊക്കെ പൊട്ടിച്ച് വെച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് നല്ല അതിനൊരു അന്ന് മുതലേ ഈ വീട് പണിയാൻ പോകുന്ന ആളിന് ഒരു സന്തോഷമാണ്, നമ്മളത് ചെയ്തല്ലോ. തന്നെയുമല്ല, അത് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കൊരു നന്മ കൂടുന്നു എന്ന് ചിന്ത അതെല്ലാ വിഭാഗത്തിനും ഉണ്ട്. സെമറ്റിക് മതങ്ങൾക്കും ഉണ്ട്. ഇവിടെ മതമില്ലാത്ത ഹിന്ദുവിനും അതുണ്ട്. അങ്ങനെ പൂജിക്കുന്ന സമയത്ത് ആ ഭൂമി, ഞാൻ ആദ്യം പറഞ്ഞു, ആ ഭൂമി കൊള്ളാവോ എന്ന് നോക്കണം. അതിൻ്റെ വളരെ പ്രധാനമാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ ഓർക്കും ഈ ഭൂമി നന്നായിട്ടൊന്ന് പരിശോധിച്ചേക്കാമെന്ന് വിചാരിക്കും. നന്നായിട്ട് പരിശോധിച്ച് കഴിയുമ്പോഴോ ആ ഭൂമിയിൽ കുഴിച്ച് കിളച്ച് ഒക്കെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ എല്ലിൻ്റെ കഷ്ണം, പല്ലിൻ്റെ കഷ്ണം, തലമുടി അങ്ങനെയൊക്കെ കിട്ടിയാൽ ആ ഭൂമി ഒഴിവാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശ്മശാന ഭൂമിയാണ്. അപ്പോൾ ശ്മശാന ഭൂമിയിൽ കിടന്നാൽ എന്താ കുഴപ്പം? നല്ല ധൈര്യം ഉണ്ടെന്നിരിക്കട്ടെ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, രുദ്രാക്ഷം ധരിക്കുന്നവനാണെന്നിരിക്കട്ടെ, ഏത് ശ്മശാന ഭൂമിയിലും കിടക്കാം. അതാണ് രുദ്രാക്ഷം ധരിച്ചവൻ്റെ പവർ. അതുപോലെ തന്നെ ഭസ്മ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും കയറി ചെല്ലാം, അത്ര ശുദ്ധമാണ് ശരീരം. ഭസ്മത്തിനും രുദ്രാക്ഷത്തിനുള്ള പ്രത്യേകത.
ഇപ്പോൾ രുദ്രാക്ഷധാരിയായ ഒരാൾ പറയാം ഞാനിവിടെ വീട് പണിയാമെന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. അങ്ങനെയുള്ളവർക്ക് അത് ശ്മശാന ഭൂമിയാണെങ്കിലും വീട് പണിയാം. അതുകൊണ്ടാണ് ശ്മശാനത്തിലും ശിവനുണ്ട് എന്ന് പറയുന്നത്. കാരണം അവിടെയും ഭഗവാനുണ്ട്. പക്ഷെ തൻ്റെ ഇടം വേണം. നമ്മളൊരു ശ്മശാനത്തിൽ കൊണ്ട് വീട് പണിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഓരോ ദിവസവും ഇവൻ്റെ ഓരോ ക്ഷീണങ്ങൾ കൊണ്ടും ശാരീരിക ക്ഷീണം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാവും വീട് പണിയുമ്പോൾ. മകളുടെ കല്യാണം വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ, വീട് പണിയുമ്പോൾ ഉണ്ടാകുന്നത് പോലെ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കാറ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉദ്ദേശിക്കാതെ ഒരു വലിയ കേട് വന്നാൽ അത് പണിയണമെങ്കിൽ കാശില്ലെങ്കിൽ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ ഒരു അപാരമാണ്. ആ ഉറക്കമില്ലായ്മ ഈ വീട് പണിയുമ്പോഴും ചിലപ്പോൾ വരും. അപ്പോൾ പറയും അത് ശ്മശാനത്തിൽ പണിതുകൊണ്ടാണ്, അവിടെ ദൈവകോപമുണ്ട്, അവിടെ കാലനുണ്ട്, അവിടെ പ്രേതമുണ്ട്, അവിടെ ഭൂതമുണ്ട്. ഇതൊന്നും വേണ്ട. നല്ല പവറുള്ള മനസ്സുണ്ടോ എവിടെയും വീട് വെച്ച് താമസിക്കാം, ഒരു പ്രശ്നവുമില്ല. കർക്കിടക മാസം അയ്യോ കൊള്ളില്ല എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിൽ തറക്കല്ലിട്ടവനാണ് ഞാൻ. കർക്കിടക മാസത്തിൽ പാല് കാച്ചിയ ആളാണ് ഞാൻ വീടിന് കയറി താമസിക്കാൻ. കർക്കിടക മാസത്തിൽ, കാരണം ഞാൻ 3 വർഷം കൊണ്ടാണ് നമ്മുടെ ഒരു വീട് പണിതെടുത്തത്, കഷ്ടിച്ച് കുറേശ്ശെ പണിതത്. ആ പണിതപ്പോൾ ഒക്കെ കർക്കിടക മാസം തന്നെ തിരഞ്ഞെടുത്തവനാണ് ഞാൻ. എനിക്കൊരു ദോഷം ഉണ്ടായിട്ടില്ല. കാരണം കർക്കിടകം എന്ന് പറയുന്നത് ഒന്നാന്തരം മാസമാണ്. 12 മാസവും നല്ലതാന്നേ. നമ്മൾക്ക് നല്ല മനഃശുദ്ധിയും ശരീരശുദ്ധിയും നല്ല മനഃശാസ്ത്രവും ഉണ്ടെങ്കിൽ, മനഃശാസ്ത്രവും അറിയാമെങ്കിൽ ഒന്നും ഒരു വിഷയമല്ല. നമുക്ക് നല്ല സ്ഥലത്ത്, എത്ര മോശം സ്ഥലത്തെയും നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുക, വീട് പണിയുന്ന സമയത്ത് ഒരു ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തുന്നത് അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അത് വരുത്തുന്നത് നല്ലതാണ്. കാരണം പിന്നീട് താമസിക്കുമ്പം ഭാര്യ പറയുവാണ്, ഒരു നല്ല ആളെ കൊണ്ട് നോക്കിച്ചിട്ട് വേണമായിരുന്നു കുറ്റിയടിക്കാൻ. ഭർത്താവ് പറയും, നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു നല്ല ഒരാളെ വിളിച്ച് കുറ്റിയടിപ്പിക്കാത്തത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കം ഇത് ജീവിതാന്ത്യം വരെ നിൽക്കും. ഉണ്ടാകുന്ന കൊച്ചിന് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് മനുഷ്യനെന്ന് ഭാര്യയും, നീ ഒറ്റയൊരുത്തിയാണെന്ന് ഭർത്താവും, ഇതൊക്കെ പറയാൻ കാരണം ഉണ്ടാകും. അതങ്ങ് ഒഴിവാക്കാൻ വെറുതെ എങ്കിലും ഒരു നല്ല ഒരാളെ വിളിച്ച് കൊണ്ടുവന്ന ആ ഭൂമിയൊക്കെ ഒന്ന് പരിശോധിച്ച്, ആ മരം ഒടിഞ്ഞു വീഴാറായതാണോ, ആ മരങ്ങൾക്ക് വീട് പണിത് കഴിയുമ്പോൾ ഈ ചുറ്റുമുള്ള മരങ്ങൾ കപ്പളമൊക്കെ ആണെങ്കിൽ അത് നിസ്സാരം എന്ന് പറയും. സാരമില്ലാത്ത കാതലില്ലാത്തതാണ്. നിസ്സാര മരങ്ങളൊക്കെ എവിടെ നിൽക്കണം? അന്തസ്സാരം മൃഗങ്ങൾ, അകത്ത് കാതലുള്ള മരങ്ങളുണ്ട്, പുറത്ത് കാതലുള്ള ബഹുസാര, അങ്ങനെ കാതലുള്ള വൃക്ഷങ്ങളുണ്ട്. അത് ഭൂമിയിൽ എവിടെ നിൽക്കണം എന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കാതെ എവിടെയെങ്കിലും കൊണ്ടുവന്നൊരു കുറ്റിയടിച്ചു. ഒരു പക്ഷേ ആ മല പൊട്ടി വെള്ളം കൃത്യം വീടൊഴി പോകുന്ന വെള്ളച്ചാലിലായിരിക്കാൻ പണത്. അങ്ങനെ പണിയാൻ പാടില്ല. ഇതൊക്കെ വന്ന് നോക്കി തൃപ്തികരമായിട്ട് പറഞ്ഞു തന്ന് കുറ്റിയടിച്ച് നല്ലൊരു വീടുണ്ടാക്കി തരാൻ പറ്റിയ ഒരാളെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഈ ഭൂമിയിലെ വാസ്തു, അതായത് ഭൂമിയെ പരിശോധിക്കും. വാസ്തു പരിശോധന, അതാ ഭൂമി പരിശോധന. ഭൂമി കൊള്ളാം. ഭൂമിക്ക് ഗന്ധം വരെ ഉണ്ട് കേട്ടോ. ഒരു പിടി മണ്ണെടുത്ത് മണത്തു നോക്കുമ്പോൾ ഇത് ചന്ദനത്തിൻ്റെ മണമാണോ, അമേദ്യത്തിൻ്റെ മണമാണോ, അല്ലെങ്കിൽ ചാണകത്തിൻ്റെ മണമാണോ, അല്ലെ ഗോമൂത്രത്തിൻ്റെ മണമാണോ, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ശ്മശാന ഭൂമിയിലെ മണ്ണാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ പരിശോധിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുക. ഇത് കൊള്ളൂല എന്ന് തോന്നി, അല്ലാതെ സ്ഥലം നമ്മൾ കാശ് മേടിച്ച് കടവ് മേടിച്ച് പലരും ചെയ്യുന്ന പണിയാണ്. കാശ് മേടിച്ചെടുത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കുറച്ച് സ്ഥലം മേടിക്കും. സ്ഥലം മേടിച്ചിട്ട് പറയും, എന്നിട്ട് സ്ഥാനം കാണുന്ന ആളെ കൊണ്ടുവന്ന് പറയും, ഇവിടെ ഞങ്ങൾക്കൊരു വീട് പണിയണം. അങ്ങനെയല്ല വേണ്ടത്. നമ്മളൊരു 3-4 സ്ഥലം കണ്ടെത്തുക. എന്നിട്ട് നല്ല അതിൻ്റെ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ആ ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് നോക്കിക്കണം. അതാണ് വേണ്ടത്. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു തരും നമുക്ക് ഈ ഭൂമി കൊള്ളാവോ. അതിനുശേഷമേ അവിടെ വീട് പണിയാവുള്ളൂ. അങ്ങനെ ക്ഷേത്രങ്ങൾ പണിതിരുന്നുള്ളൂ. അതാണ് വാസ്തു സംബന്ധമായ. അത് നമ്മുടെ കേരളത്തിൻ്റെ വാസ്തു അനുസരിച്ച് എവിടെ നിന്നാണ് എനർജി വരുന്നത് നമുക്കറിയാം. നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് എനർജി വരുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഗണപതിയുടെ സ്ഥാനം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വാസ്തുപുരുഷൻ്റെ മൂലാധാരം അവിടെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ മൂലയ്ക്ക് കക്കൂസ് ഉണ്ടാക്കരുത്, തുണി നനയ്ക്കരുത്, വൃത്തികേടായുള്ള സാധനങ്ങൾ ഇടരുത്, പന്നിക്കൂടുണ്ടാക്കരുത്, പശുത്തൊഴുത്തുണ്ടാക്കരുത്. അതിൻ്റെയൊക്കെ ദുർഗന്ധം ആ ഭാഗത്തു നിന്ന് വീടിനകത്തേക്ക് വരും. അതാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ പശുവിനെ കെട്ടിയാൽ എവിടെ കെട്ടണം, ആടിനെ കെട്ടുന്നത് എവിടെ വേണം,
പന്നിക്കൂട് എവിടെ വേണം, പട്ടിക്കൂട് എവിടെ വേണം, പൂച്ച വളർത്തേണ്ടത് എവിടെയാണ്, പണം വെക്കേണ്ട അലമാരി വെക്കേണ്ടത് ഈ വീടിൻ്റെ ഏത് ഭാഗത്താണ്, ഒക്കെ ശാസ്ത്രം ഉണ്ടെന്നേ. അല്ലാതെ അതൊന്നും വെറുതെ അല്ല. അതിന് നമ്മൾ സയൻസ് എന്നോ ശാസ്ത്രമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ചുകൂടി അതിന് നല്ലൊരു വാക്ക് ഞാൻ കണ്ടുപിടിച്ചത്, നല്ല വ്യവസ്ഥാപിതമായിരിക്കണം ഓരോ സാധനങ്ങൾ വയ്ക്കുന്നത്. അത് കച്ചവടത്തിനും അങ്ങനെ തന്നെയാണ്. ചില കടയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാമല്ലേ, കണ്ടാൽ നിറച്ച് വാരി കൂട്ടിയിട്ടൊക്കെ വയ്ക്കും, നല്ല കച്ചവടമാണ്. ചില സ്ഥലത്ത് അങ്ങനെ നന്നായിട്ട് ആട്ടിക്ക് പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ വെക്കേണ്ട സ്ഥലത്തായിരിക്കുകയല്ല വെച്ചിരിക്കുന്നത്. തീയുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈശാന കോണ കൊണ്ട് വെക്കണോ, അല്ലെങ്കിൽ വായു കോണിൽ കൊണ്ട് വെക്കണോ, അല്ലെങ്കിൽ അഗ്നികോണിൽ വെക്കണോ എന്ന് ആലോചിച്ച് വേണം വയ്ക്കാൻ. തീയും വെള്ളവും കൂടെ ഒരുമിച്ച് വയ്ക്കരുതെന്നാണ്. അതുകൊണ്ട് ഓരോ സാധനങ്ങൾ വയ്ക്കുന്നതിന് കണക്കുണ്ട്. അതാണ് സത്യത്തിൽ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ അതിന് വീടുണ്ടാക്കി കഴിയുമ്പോഴോ ക്ഷേത്രം ഉണ്ടാക്കി കഴിയുമ്പോഴോ തെറ്റുകൾ വരുമ്പോൾ അത് കണക്ക് വശീതാണ്, അത് അങ്ങനെ വന്നതാണ്, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് കുടുംബത്തിൽ എന്നും അലോഹ്യമായിരിക്കും, എന്നും സമാധാനക്കുറവായിരിക്കും. അതുകൊണ്ട് വീടും ക്ഷേത്രവുമായി ഞാൻ ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. വീടാകുമ്പോൾ അവിടെ താമസിക്കുന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അനുഭവിച്ചാൽ മതി. ക്ഷേത്രമാകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം മുതൽ ചുറ്റുമതിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന മന്ത്രസ്പന്ദനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥൂല സൂക്ഷ്മ ശരീര സമുച്ചയം, അത് കഴിഞ്ഞാൽ അതിൻ്റെ 70 ഇരട്ടി ദൂരേക്ക് അതിൻ്റെ തട്ടകമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. 70 ഇരട്ടി ദൂരെ അതിൻ്റെ തട്ടകമാണ്. ആ തട്ടകത്തിൽ താമസിക്കുന്നത് അവിടെ നായരും നമ്പൂരി ഈഴവനും പറയനും പുലയനും വിശ്വകർമ്മജനും വെള്ളാളനും ഭണ്ഡാരനും ധീവരനും ജൂതനും പാർസിയും ആർസിയും മുസ്ലിമും ഒക്കെ കാണും. പക്ഷേ ക്ഷേത്രം നിർമ്മിച്ചാൽ അതിൻ്റെ ചൈതന്യം ഇവർക്ക് എല്ലാവർക്കും കിട്ടും. ഇലക്ട്രിസിറ്റി ബോർഡ് മൂലമറ്റം പവർ ഹൗസിൽ നിന്നും ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹം ഇത് ഒഴുകി വരുമ്പോൾ അത് സബ്സ്റ്റേഷനിലെത്തും. സബ്സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ നിന്ന് സപ്ലൈ ചെയ്യുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷക്കാരുടെ വീട്ടിലേക്ക് മാത്രം കറണ്ട്. അങ്ങനെയില്ല. ആരൊക്കെ അവിടുന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ടോ ആ കണക്ഷൻ എടുത്തവർക്കൊക്കെ അവിടെ ഇലക്ട്രിസിറ്റി എത്തും. അതാണ് ഇവിടെയുള്ളത്. ആരൊക്കെയാണോ ആ തട്ടകത്തിൽ താമസിക്കുന്നത് അവിടെ താമസിക്കുന്നത് ജോസുണ്ടാവും, മത്തായി ഉണ്ടാവും, മറിയാമ്മയുണ്ടാവും, ഹസീനയുണ്ടാവും, മുഹമ്മദ് ഉണ്ടാകും, ഗോപാലനുണ്ടാവും, ശിശുപാലനുണ്ടാകും, രാജമ്മയുണ്ടാകും, ശ്രീദേവി ഉണ്ടാകും, വ്യാസനുണ്ടാവും, ശ്രീജിത്തുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും കിട്ടും കണക്ഷൻ എടുത്താൽ. കണക്ഷൻ എടുത്തില്ലെന്നിരിക്കട്ടെ, ആ വീട്ടിലേക്ക് കണക്ഷൻ അവിടെ വൈദ്യുതി ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഓറ നമ്മുടെ ഭവനത്തിലെത്തും ചൈതന്യം. അതിന് 50 രൂപയുടെ ഷീട്ടെടുത്താലോ 100 രൂപയുടെ ഷീട്ടെടുത്താലോ അല്ല, അവിടെ ഭജിക്കണം. ക്ഷേത്രത്തിൽ പോയാൽ അവിടെ പോയി ഇപ്പോൾ ശിവൻ്റെ ക്ഷേത്രമാണെന്നിരിക്കട്ടെ, വാമദേവ ഋഷി പങ്ക്തിച്ചന്തക സദാശിവോ രുദ്രോ ദേവത പറഞ്ഞ് വിഭ്രദ്ധോർവികുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്രചർമാർത്തവാസാധേയോ മുക്താപരാഗാമൃതരസകലിതാദ്രി പ്രഭ പഞ്ചഭക്ത്ര സ്ത്രക്ഷകോടീരകോടി കടിത തുകിനരോ ശിഷ്കല തുങ്കമൗലി. ജപിക്കണം. മൂർത്തി അറിയാതെ ഭജിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല.